നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഭാഷാഭേദമന്യേ നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര. ആരാധകരുടെ സ്വന്തം നയൻസ് 2003 ജയറാം നായകനായി എത്തിയ മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് നടി. സോഷ്യൽ മീഡിയയിൽ നയൻതാര സജീവമല്ലെങ്കിലും അടുത്തിടെ താരം ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് എടുത്തിരുന്നു. ഇടയ്ക്കിടെ ഇപ്പോൾ ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ നടിയുടെ ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് വളരെ സജീവമാണ്. അദ്ദേഹമാണ് വിവരങ്ങളെല്ലാം പങ്കുവച്ച് എത്തുന്നത്. സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തിജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നയൻസിന്റെ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ പുറത്തിറങ്ങിയതിന് പിന്നാലെ അമ്മ ഓമന കുര്യൻ പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. ദൈവം കഴിഞ്ഞാൽ തന്റെ കുഞ്ഞിനെ തനിക്ക് മനസ്സിലായിടത്തോളം മറ്റാർക്കും അറിയില്ല എന്നാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. ഇടയ്ക്ക് വെച്ച് ചില സന്ദർഭങ്ങൾ ഉണ്ടായപ്പോൾ മകളെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നിരുന്നു. എന്നാൽ തന്റെ പ്രാർത്ഥന മകളെ തിരികെ എത്തിച്ചുവെന്നും ആ അമ്മ തുറന്നു പറയുന്നു. ആദ്യമായിട്ടാണ് മകളെക്കുറിച്ച് അമ്മ മനസ്സ് തുറന്നത്. ഞങ്ങളുടെ ചെട്ടിക്കുളങ്ങര അമ്മ ഒപ്പം തന്നെ ഉണ്ട്. അമ്മയാണ് എനിക്ക് എന്റെ കുഞ്ഞിനെ തിരികെ തന്നത് എന്നും അവർ പറയുന്ന രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ അമ്മയുടെ അടുത്ത് പോയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. യേശുവിനെയും പ്രാർത്ഥിക്കും. അതും ഇതുമുണ്ട്. ആ അമ്മയാണ് എനിക്ക് എന്റെ മോളെ തിരിച്ചു തന്നത് എന്നാണ് ഓമന കുര്യൻ പറഞ്ഞത്. വിഘ്നേഷിനെ കുറിച്ചും ഓമന നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ പറയുന്നുണ്ട്. എന്റെ മോളെ പൊന്നുപോലെ നോക്കുന്ന നല്ലൊരു പയ്യനെ എനിക്ക് തരണേ ദൈവമേ എന്ന്. സത്യത്തിൽ ദൈവം ആ പ്രാർത്ഥന കേട്ടു. 100% ഞാൻ അവനെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. എനിക്ക് വിക്കി മോൻ അത്രയ്ക്ക് ജീവനാണ് എന്നാണ് ഓമന കുര്യൻ പറഞ്ഞത്. വിഘ്നേഷിന് തിരിച്ചും ഇതേ സ്നേഹമാണ്. അമ്മ എന്നാണ് നയൻതാരയുടെ അമ്മയുടെ പേര് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. പിന്നെ അമ്മ എപ്പോഴും ചക്കരയുമ്മ എന്ന് പറയും. മോനെ ചക്കരയുമ്മ എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ അമ്മ ചക്കരയുമ്മ എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത്. മനുഷ്യർ വളരെ ശുദ്ധരാണെങ്കിൽ അത് നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും. നയൻതാരയുടെ അമ്മ അങ്ങനെ ഒരാളാണ്. എനിക്കറിയാവുന്ന മനുഷ്യരിൽ ഏറ്റവും ശുദ്ധയാണ് ഓമനയമ്മ. നെഗറ്റീവ് തോട്ട്സോ കള്ളമോ കാപട്യമോ അമ്മയ്ക്കില്ലെന്നാണ് നയൻതാരയുടെ അമ്മയെക്കുറിച്ച് വിഘ്നേഷ് പറഞ്ഞത്. ഇടയ്ക്കിടെ ക്രിസ്മസ് അടക്കമുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ നയൻതാരയും വിക്കിയും മക്കളെയും കൂട്ടി കൊച്ചിയിലേക്ക് വന്ന് കുറച്ചു ദിവസം മാതാപിതാക്കൾക്കൊപ്പം ചിലവഴിക്കും. പേരക്കുട്ടികളായ ഉയിരിനും ഉലകത്തിനുമൊപ്പം കളിച്ചു ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന ഓമന കുര്യന്റെ ചിത്രങ്ങൾ മുൻപ് വിഘ്നേഷ് ശിവൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുണ്ട്. ഓമന കുര്യന് നയൻതാരയെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട്. എന്നാൽ സഹോദരന്റെ കുടുംബത്തിന്റെ ചിത്രങ്ങളൊന്നും നയൻതാരയോ വിഘ്നേഷ് ശിവനോ എവിടെയും പരസ്യപ്പെടുത്തിയിട്ടില്ല. മകളുടെ ഭർത്താവായല്ല, സ്വന്തം മകന്റെ സ്ഥാനമാണ് വിഘ്നേഷിന് നയൻതാരയുടെ അമ്മയുടെ മനസ്സിലെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നാണ് ആരാധകരിൽ പലരും പറയുന്നത്. നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററി ഇതിനോടകം തന്നെ നിരവധി പേരാണ് കണ്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെ നയൻതാര പരസ്യമായി നടൻ ധനുഷുമായി ചില വാക്പോരുകളും നടന്നിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.